രാജീവ് ചന്ദ്രശേഖരനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ IT വകുപ്പ് സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്തൊരു വികസന സ്വപ്നം, ഒരു വികസന രൂപരേഖ നൽകിയ ഒരു ആളാണ്. ആളൊരു ചില്ലറക്കാരനല്ല. ഭാരതത്തിന്റെ ടെലികോം വിപ്ലവം സാധ്യമാക്കിയ ഒരാളാണ്. വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ അറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇന്റൽ ചിപ്പ് മാനുഫാക്ചറിംഗിൽ ഇന്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ വളരെ മിടുക്കന്മാരാണ്. പക്ഷേ അതിന് കൃത്യമായ സൊല്യൂഷൻ നൽകാനോ സൊല്യൂഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യാമെന്നോ കരുതുന്ന ഒരു ജനസമൂഹമല്ല എന്നാണ് നമ്മളെ പൊതുവിൽ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുന്നത്. പ്രശ്നങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൊല്യൂഷൻ പറ എന്ന് പറയും. അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. സ്വന്തമായിട്ട് അനുഭവപ്പെട്ട ഒരു പ്രശ്നമാണ് മൊബൈൽ കൃത്യമായിട്ട് നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം. അദ്ദേഹം ഐഡന്റിഫൈ ചെയ്ത് ഞാൻ ഇതിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞ് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സാമ്പത്തികമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് ഒരു കമ്പനി ഉണ്ടാക്കുന്നു, BPL മൊബൈലിനെ ഭാരതത്തിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ടെലികോം നെറ്റ്വർക്ക് ആക്കി മാറ്റുന്നു.